ഹലോ ഗേസ്, അപ്പോൾ അമ്പാടിയാണെങ്കിൽ ഇന്ന് ഒറ്റയ്ക്ക് അവൻ്റെ സോക്സും ഷൂ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. സാധാരണ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഏട്ടനോ വേണം കേട്ടോ അവന് സോക്സും ഷൂ ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഒറ്റയ്ക്ക് ഇട്ടാൽ കംഫർട്ട് ആവില്ല, എനിക്ക് ഷൂ ഇട്ട് സോക്സ് ഇട്ട് എന്നും പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ നടക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഒറ്റയ്ക്ക് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. സംഭവം വേറെ ഒന്നല്ല, അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് വല്യച്ഛൻ്റെ വീട്ടിലോട്ട് വിരുന്നേക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഹാപ്പിനെസ് ആണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു, അമ്മേനെ ഞങ്ങൾ തറവാട്ട് പോയിട്ട് പിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. മോനൂസ് കണ്ടപ്പോൾ അത്ര മാറ്റി ഓളിയത്തിലാണ് അവൻ്റെ ചിരി. അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്ന വഴിയിലാണെങ്കിൽ മോനൂസിൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു. അവരാണെങ്കിൽ ഫുട്ബോൾ കളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ ബിർലൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവരുടെ വീട്ടിലെത്തി. അപ്പോൾ ചിഞ്ചു മോളത് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മോനൂസ് സഞ്ജു ആണെങ്കിൽ എത്തിയതും തുടങ്ങി അവരുടെ ഗുസ്തി. ചിഞ്ചു ആണെങ്കിൽ കുട്ടിച്ചനോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിച്ചണിലോട്ട് ചെന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി പ്രോഡക്റ്റ് കാണുന്നത്. അപ്പോൾ ഇത് ചേനപ്പൂവാണെന്ന് എടുത്തിപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. സംഭവം ചെറുപ്പത്തിലൊക്കെ ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഇത് സംഭവം എന്താണെന്ന് എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളൊക്കെ കട്ട് ചെയ്തിട്ട് ആ പുറത്തുള്ള സംഭവം മാറ്റി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വെറൈറ്റി കളറൊക്കെ ഇട്ടാൽ യെല്ലോ കളർ, അതിൻ്റെ ഉള്ളിലുള്ള മെറൂൺ കളറൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നമ്മുടെ പ്രകൃതി എന്തെല്ലാം അടിപൊളി സാധനങ്ങളാണല്ലേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ എടുത്തിപ്പോൾ ഒരു സർബത്തൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. സർബത്ത് ഈ ചൂടത്ത് കുടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. കാരണം പുറത്ത് ഭയങ്കര വെയിലും അതികഠിനമായിട്ടുള്ള ചൂടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തണുത്ത എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ മതി കൊണ്ട് കാത്തിരിക്കുകയായിരുന്നേ. ഇപ്പം മുല്ലപ്പൂവിൻ്റെ സീസൺ ആണല്ലോ. ചിഞ്ചുമോൾക്കാണെങ്കിൽ മുല്ലപ്പൂ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൾ എവിടെ നിന്നൊക്കെയോ കുറേ മുല്ലമുട്ടുകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കുറച്ചൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ. അങ്ങനെ നേരത്തെ കണ്ട ചേനപ്പൂവും കൊണ്ട് എടുത്തിയപ്പോൾ നല്ല അടിപൊളി മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡൈനിങ് ടേബിളിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൊള്ളാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഹാളിൽ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് റിട്ടേൺ പോവുകയാണ്. അവരവിടെ നിന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം.